അല്ല, ഭൂനികുതി വർധന അത് ഞങ്ങൾ UDF ആലോചിക്കും. എന്തായാലും ശക്തിയായി ഞങ്ങൾ അതിനകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. 50% ഭൂനികുതിയൊക്കെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയും. ഏതാണ്? തീർച്ചയായിട്ടും അതിനകത്ത് മാത്രമല്ല, അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. അതായത് ഡിമാൻഡ്സ് പാസ്സാക്കിയതാണ് നിയമസഭ, അതിൻ്റെ അപ്രോപ്രിയേഷൻ പാസ്സാക്കിയതാണ്. ആ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ അംഗീകരിച്ചതാണ്. ആ ബില്ലിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ റിഡക്ഷൻ നടത്താൻ പാടില്ല. അത് ആ ആർട്ടിക്കിൾ 204-ൻ്റെയും 205-ൻ്റെയും വയലേഷനാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഈ പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു 300 സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി കൊണ്ടുവന്നു. പ്രയോറിറ്റി മാറ്റി അതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റിൽ പറയാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തു. എത്ര ക്രൂരമായിട്ടാണ് ഈ കുട്ടികളുടെ പഠനാവശ്യങ്ങളും ന്യൂനപക്ഷ സ്കോളർഷിപ്പും പട്ടികജാതിക്കാരുടെ കാര്യങ്ങളുമൊക്കെ എത്ര മോശമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വലിയ തുകയാണ് ഇതെല്ലാം മാറ്റിയിരിക്കുന്നത്. വലിയ തുക, വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന തരത്തിലാണ് ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷ എന്നിട്ട് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച ഓർഡറാണ് ഇരിക്കുന്നത്. മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് ഫീ, വിദേശ സ്കോളർഷിപ്പ്, ITT IIM-ന് പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, CA-ക്ക് പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ്, UGC നെറ്റിനുള്ള സ്കോളർഷിപ്പ്, എല്ലാം APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഇനി പട്ടികജാതിക്കാരുടെ പട്ടികവർഗക്കാരുടെ ഈ ഗ്രാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല 2 കൊല്ലമായിട്ട്. ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെൻറ്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഈ ഗ്രാൻസ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ആദ്യത്തെ 25 പ്രയോറിറ്റിയിലില്ല. എത്ര അരിയേഴ്സാണ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നോക്കിക്കോ, ഈ ഇതിൽ ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പം തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തൊട്ടുള്ള അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം. അതിൽ ലൈഫ് വന്നതോടുകൂടി തന്നെ അതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവിടെയാണ് 300 കോടി വെച്ചിരുന്ന സ്ഥലത്ത് 120 കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. 60% വെട്ടിക്കുറവ്. ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിൽ ഭൂമി വാങ്ങിക്കാൻ സഹായിക്കുന്നത് പണ്ടുപോലെയുള്ളതാണ്. 170 കോടിയായിരുന്നു ബഡ്ജറ്റ് വിഹിതം. ഇത് 70.25 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. 170 കോടി ഉണ്ടായിരുന്നു, 100 കോടി അങ്ങ് എടുത്ത് വെട്ടിക്കുറച്ചു. അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്കോളർഷിപ്പ്, കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, ഭൂരഹിതർക്കുള്ള പദ്ധതി, ഈ ഗ്രാൻസ്, ഇതെല്ലാം. അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി, ആശുപത്രികളിലെ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക. കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ്. ആ കാരുണ്യ പദ്ധതിയിൽ 1800 കോടിയോളം രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. മരുന്ന് ഇല്ല ആശുപത്രികളിൽ. കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത്. അപ്പോൾ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല. അപ്പം ഡിസ്ഫങ്ക്റ്റാവും. ഗവൺമെൻറ് ഡിസ്ഫങ്ക്റ്റാവുന്ന, പ്രവർത്തന നിരതമല്ലാതാവുന്ന, പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിൻ്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ്. അല്ല, ഇതാ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ, പണം വേണ്ടേ? ഇപ്പോൾ പെൻഷൻ കൂട്ടുമെന്ന് പറയും. പെൻഷൻ കൂട്ടാൻ ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. ആശ്വാസ കിരണം പദ്ധതി, ഈ തളർന്നു കിടക്കുന്ന ആളുകളെ
അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണ്. എത്ര മാസമായിട്ടെന്നറിയാം അതിൻ്റെ അരിയേഴ്സ് ഉള്ളത്, എത്ര മാസത്തെ അരിയേഴ്സാണെന്നറിയാം. അവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു. അരിയേഴ്സാണ് ഇഷ്ടം പോലെ, ഒന്നിനും വെൽഫെയർ സ്കീംസിൻ്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല. അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അതും ഇതുമായിട്ട് സംസ്ഥാന ബജറ്റിനെ അതിരൂക്ഷമായി തന്നെ പ്രതിപക്ഷം വിമർശിക്കുകയാണ്. പൊള്ളയായ ബജറ്റാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പരിഗണിച്ചുള്ള ബജറ്റല്ല, സ്കോളർഷിപ്പുകൾ പോലും വെട്ടിച്ചുരുക്കുന്നു, ന്യൂനപക്ഷ വിഹിതം, പട്ടികജാതി വിഹിതമൊക്കെ വെട്ടിക്കുറച്ചു, ഭൂനികുതിയൊക്കെ ഉയർത്തിയത് അധിക ബാധ്യത തന്നെ ജനങ്ങൾക്ക് നൽകും എന്ന വിമർശനമാണ്. നികുതി പിരിവിലടക്കം സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നികുതി ഘടന അശാസ്ത്രീയമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ബജറ്റ് അവതരണത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്.